അവിയൽ വയ്ക്കുന്ന വിധമാണേ. അതിൽ വേണ്ട സാധനങ്ങൾ ഞാനെല്ലാം കട്ട് ചെയ്ത് അടുപ്പി വെച്ചു. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് അമരയ്ക്ക അരിയണം, നീളത്തിനാണ് അരിയേണ്ടത്. പച്ചമുളക് ഒരു 4-5 അരിയണം. പിന്നെ ക്യാരറ്റ് അരിയണം, മുരിങ്ങയ്ക്ക, പിന്നെ അതിൽ വേണ്ടത് വെള്ളരിക്ക, ഞാൻ 2-3 തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ കായും ക്യാരറ്റും എല്ലാം അരിഞ്ഞിടണം. നമ്മൾ വാങ്ങുമ്പോൾ കിട്ടും, ആ സാധനങ്ങൾ തന്നെയാണ് കട്ട് ചെയ്തിടേണ്ടത്. കത്തിരിക്ക ഉണ്ടെങ്കിൽ കത്തിരിക്ക ഇടണം, പിന്നെ പടവലങ്ങയുണ്ട്, അത് അരിഞ്ഞിടണം. ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ഇടാത്തത് ചേന മാത്രമാണ്. എൻ്റെ കൈ ചൊറിച്ചിൽ ജന്മത്തിൽ തീരില്ല, അതുകൊണ്ട് ഞാനത് ഇടാറില്ല. ചേനയും ഇടണം, ചേന നല്ലതാണ്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. ഇത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്, അത് ഇടണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് വേവിക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി ഇടണേ, മുളക് പൊടിയും കൂടെ ഇട്ട് ഇനി ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണേ. പിന്നെ ഇതിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പും കൂടി ഇടണേ. ഇട്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ അത് വെന്ത് കിട്ടും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഈ കായെല്ലാം കൂടെ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് വെന്ത് കിട്ടും. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ ഇന്ന് മുഴുക്ക ഇവിടെ നിൽക്കാമല്ലോ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ. അതാണ് സദ്യക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റെഡി ആയിക്കോളും. അതുകൊണ്ട് അത് വേണ്ട. ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരിക്കും, പക്ഷേ നമുക്ക് പറ്റൂല നമ്മുടെ ശരീരത്തിന്. ഓക്കെ, അപ്പം ഇനിയിൽ ഞാൻ തേങ്ങ തിരുവട്ടെ. തേങ്ങ തിരുവി അരയ്ക്കണം. ഞാൻ പിന്നെ എല്ലാം എളുപ്പത്തിന് കരുതിയേ ജീരകമൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ജീരകം പൊടിച്ചില്ല ഇട്ട് കഴിഞ്ഞാൽ അത് എളുപ്പം അതും കഴിഞ്ഞു. അപ്പോൾ ഇനി തേങ്ങ മാത്രം നമ്മൾ, ജീരകം വേണമെങ്കിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ജീരകമൊക്കെ വേണം. ഓക്കെ, ഇട്ടു. ജീരകം 1 സ്പൂൺ പൊടി ഇട്ടിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങ എടുത്ത് വരുമ്പോഴേക്കും ഇത് ഓക്കെ ആവും. അരച്ചിടാനും പറ്റും, വാങ്ങിയെടുക്കാനും പറ്റും. പിന്നെ കുറച്ച് കർഡും കൂടെ ഒഴിക്കണം, അത് പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ പതുക്കെ പയ്യ തിന്നാൽ പനിയും തിന്നാന്ന് പറയും, അതുപോലെ പതുക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിനി തേങ്ങ തിരിയിട്ടൊന്ന് കാണാം. തേങ്ങ തിരുവിക്കൊണ്ട് വന്നായിരുന്നു. ഇന്ന് കുറച്ച് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടു, എങ്കിലും ഇതിൽ ഒത്തിരി കിടക്കുള്ളൂ. എന്നിട്ട് ഇനി ഒന്ന് ബാക്കിയുള്ള തേങ്ങയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഇനി കുറച്ച് തേങ്ങയുണ്ട്, അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ വെച്ച് അരയ്ക്കണം, പൊടിച്ചു കൊണ്ടുവരാം. വേറെയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ, ബാക്കിയെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും കൂടെ വെച്ച് കറിവേപ്പിലയും കൂടെ അരച്ച് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഒന്ന് ഇതിൽ കറിവേപ്പില, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഞാൻ അരച്ചുകൊണ്ട് വന്നു. ഇനി ഇതിലേക്ക് ഒഴിക്കണം. നല്ലോണം ഒഴിച്ചിട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇട്ട് ഇളക്കി ഇതായിപ്പോൾ ഇങ്ങനെ ആയി. ഇനി ഇതിൽ കുറച്ച് കർഡും കൂടെ ഒഴിക്കണം. കർഡ് നോക്കിയപ്പോഴേ ഇച്ചിരി വെള്ളമാണ്, നല്ല കട്ടയല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ കർഡ് ഒഴിക്കുകയാണ്. അതും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങുക. ഓക്കെ, ശകലം ലിക്വിഡായിട്ട് വയ്ക്കണമെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് അവിയൽ കണ്ടു കഴിഞ്ഞാൽ അവിയൽ മാത്രം എടുത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ കറി വെച്ചാണ് കഴിക്കുന്നത്, ചോറ്. ഓക്കെ, കർഡ് ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വാങ്ങി വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടൊന്ന് ആ ചൂട് കയറ്റണം. കാരണം ആ തേങ്ങ ഒന്ന് ആ കറിയില്ലേ അതിൻ്റെ കൂട്ട് അരച്ചിട്ട് അതൊന്ന് ചൂടാവണം. നല്ല ചൂടായാൽ മാത്രമേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിരിക്കും. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിക്ക് നാളെയും കൂടി എടുക്കും. അങ്ങനെയാണ്. കാരണം 2 നേരത്തേക്ക് നമ്മൾ കുട്ടികൾ കഴിച്ചാലും മിച്ചം വരും. അപ്പോൾ അടുത്ത ദിവസവും കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കും കുറച്ച്.
അതിനെ ഒന്ന് തണുപ്പ് മാറ്റിയിട്ട് ചൂടാക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തേക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. കാരണം ഇല്ലാതെ എനിക്ക് ചിലപ്പോൾ ഡെയിലി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട്. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.